സിനിമാ നടൻ സലീം കുമാർ 56-ാം വയസ്സിൽ മരിച്ചത് വ്യാജ വൈദ്യന്മാരുടെ ചികിത്സ കൊണ്ടാണെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒഴിവാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണമെന്നാണ് പ്രചാരണം. വ്യാജ ചികിത്സ ഒരു വ്യവസായമായി വളർന്നിരിക്കുന്നു എന്നും അന്ധവിശ്വാസത്തിന് സമൂഹം വൻ വില നൽകേണ്ടി വരുമെന്നും പ്രചാരണം നടക്കുമ്പോൾ ഈ വ്യാജ ചികിത്സയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും ഗണത്തിൽ യൂറിൻ തെറാപ്പിയും ഉൾപ്പെടുമോ എന്ന് ചിലർ സംശയിക്കുന്നു. യൂറിൻ തെറാപ്പിയെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനും വ്യാജ വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കാനും ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം. നയാ പൈസ ചെലവില്ലാത്ത ഈ സ്വയം ചികിത്സയെ എങ്ങനെ ലാഭകരമായി കച്ചവടം ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. മൂത്രചികിത്സയെ ആത്മീയവൽക്കരിക്കാനും അശാസ്ത്രീയമായ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളുമായി കൂട്ടിക്കലർത്തി ദുഷിപ്പിക്കാനും ശ്രമിക്കുന്നവരും ഉണ്ടാകാം. ഗോമാതാവിൻ്റെ മൂത്രത്തെ മാത്രം ഉയർത്തിപ്പിടിച്ച് മൂത്രത്തിൻ്റെ ഭൗതികശാസ്ത്രപരമായ ഗുണവിശേഷങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ടായിരിക്കാം. എന്നാൽ വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം ഈ വകുപ്പിൽ ഒന്നും തന്നെ ഉൾപ്പെടുത്താൻ കഴിയില്ല. മനുഷ്യമൂത്രത്തെക്കുറിച്ച് പാഠപുസ്തകങ്ങളിലൂടെ വളരെ പഴയ വിവരങ്ങളാണ്. ആ വിവരങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് അന്ധവിശ്വാസമാണ്. മൂത്രത്തെക്കുറിച്ചുള്ള, പ്രത്യേകിച്ചും മനുഷ്യമൂത്രത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസം നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം. മൂത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ശാസ്ത്രീയ തെളിവുകൾ ജനമധ്യത്തിൽ ഹാജരാക്കാനാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ ശ്രമിക്കുന്നത്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നത് മലിനവസ്തുക്കളാണ് എന്നതാണ് പഴയ അറിവ് അഥവാ വിശ്വാസം. എന്നാൽ ഏറ്റവും പുതിയ ശാസ്ത്രവിജ്ഞാനം മൂത്രമെന്നാൽ പലവിധത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിലെ പോഷകങ്ങൾ നിറഞ്ഞ ഭാഗമായ പ്ലാസ്മ കിഡ്നികളിലേക്ക് ഫിൽറ്റർ ചെയ്തു വന്നതിൻ്റെ ചെറിയൊരംശം മൂത്രസഞ്ചിയിലെത്തുന്നതാണ് എന്നതാണ്. ഇതിലേത് വിവരമാണ് നാം പ്രചരിപ്പിക്കേണ്ടത്? ഏറ്റവും പുതിയ ശാസ്ത്രവിജ്ഞാനം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ സംഘടന ഗവൺമെൻറ്റിന് നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ അത് അംഗീകരിക്കാതെ സർക്കാർ തലത്തിൽ ഇപ്പോഴും അന്ധവിശ്വാസം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും മൂലകോശങ്ങളും എക്സോസോമുകളും ആൻറ്റിബോഡികളും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ചെറുക്കുന്ന ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന രക്തസ്രവമാണ് മൂത്രം എന്ന ശാസ്ത്രവിവരം ഉൾക്കൊള്ളുന്ന ഒരാൾ ഗർഭസ്ഥ ശിശു 6 മാസത്തിലേറെക്കാലം മൂത്രം എന്ന ഈ പോഷകദ്രവം കുടിച്ച് ആരോഗ്യത്തോടെ നിലനിന്നതുപോലെ സ്വയം മൂത്രം കുടിച്ചു നോക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ അതൊരു പരീക്ഷണം മാത്രമാണ്. രക്തത്തിൻ്റെ ഉൽപ്പന്നമായതുകൊണ്ട് അത് വീണ്ടും രക്തത്തിലേക്ക് ചെല്ലുമ്പോൾ യാതൊരു ദോഷഫലങ്ങളും സൈഡ് ഇഫക്ട്സും ഉണ്ടാകുന്നില്ല എന്ന അനുഭവത്തിലൂടെ ഒരാൾക്ക് ബോധ്യമാകുന്നുവെങ്കിൽ അത് അന്ധവിശ്വാസമല്ല, സ്വന്തം അനുഭവ ബോധ്യമാണ്. അത്തരം അനുഭവങ്ങളുണ്ട്. ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ബ്ലോക്കുകൾ, വന്ധ്യത, ചർമ്മരോഗം, ഗർഭാശയ രോഗം തുടങ്ങി വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മോഡേൺ മെഡിസിൻ മനുഷ്യമൂത്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാകുന്നത് എങ്ങനെ? അത് ശാസ്ത്രീയമായ തെളിവാണ്. ഈ ശാസ്ത്രീയ വിജ്ഞാനം ഗ്രഹിച്ച ഒരാൾ നേരിട്ടുള്ള മൂത്രപാന, ലേപന, എനിമ ചികിത്സകളിലൂടെ പണച്ചെലവൊന്നും കൂടാതെ സ്വന്തം രോഗം സുഖപ്പെടുത്താൻ കഴിയുമോ എന്ന് പരീക്ഷണം നടത്തുന്നതിൽ അന്ധവിശ്വാസമൊന്നുമില്ല. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്നു എന്ന് ബോധ്യം വരുന്നുവെങ്കിൽ അതൊരു തെളിവാണ്. ഇത്തരം തെളിവുകൾ ധാരാളമായിട്ട് നമുക്കുണ്ട്. ഈ തെളിവ് സാർവത്രികമാകുന്നുവെങ്കിൽ മാത്രം ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആരും ആരെയും ചൂഷണം ചെയ്യുന്നില്ല, ചികിത്സയെ ഒരു കച്ചവട വസ്തുവാക്കുന്നില്ല, കച്ചവടവൽക്കരിക്കുകയോ വ്യവസായവൽക്കരിക്കുകയോ ചെയ്യുന്നില്ല. പരീക്ഷണം വിജയകരമല്ലെങ്കിൽ കച്ചവട താല്പര്യമില്ലാത്തവർ അതും തുറന്നു പറയും. അതിനാൽ മൂത്രഗുണങ്ങൾ പ്രചരിപ്പിക്കുന്നത് അന്ധവിശ്വാസ പ്രചാരണമല്ല. ആ ഗുണങ്ങൾ സ്വയം പരീക്ഷിച്ച് ബോധ്യപ്പെടുന്നത് വ്യാജ ചികിത്സയുമല്ല. അതിനാൽ മൂത്രഗുണപ്രചാരണത്തെ വ്യാജ ചികിത്സാ പ്രചാരണമായി ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നന്ദി.